പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ചെയ്തു പോകേണ്ടത് നമ്മുടെ ബ്രിക്കും കോൺക്രീറ്റും തമ്മിൽ ജോയിനിങ് വരുന്ന, കാരണം ഇത് രണ്ടും ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പം ഈ ടെമ്പറേച്ചറും അറ്റ്മോസ്ഫിയറുമായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുന്ന ഇതിന്റെ നേച്ചർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അതായത് ഇതിൽ നടക്കുന്ന എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാകും ബിൽഡിങ്ങിന് ചെറിയ മൈന്യൂട്ട് ക്രാക്കുകൾ. ഒരു ടെക്നിക്കൽ ഒരു സെറ്റിൽമെന്റ് ഇഷ്യൂയോ ഒരു ക്രാക്സോ അല്ലെങ്കിൽ ബ്രിക്സിന്റെ ക്രാക്സോ ഒന്നുമല്ല. ഈ ബ്രിക്കും കോൺക്രീറ്റും തമ്മിൽ അവിടെ നടക്കുന്ന സ്ലൈറ്റ് മൈന്യൂട്ട് മൈക്രോൺ എമൗണ്ടിന്റെ ചലനങ്ങളായിരിക്കും. ഇതിനെയാണ് ഈ കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അത് നടക്കുന്ന സമയത്താണ് ഈ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ പ്ലാസ്റ്ററിങ് മെറ്റീരിയൽ ഈ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ മോട്ടാറിനകത്ത് ചെറിയ ലൈനിങ് രൂപപ്പെടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു സ്ലിപ്പറി ഏജന്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഫൈബർ ഗ്ലാസ് മെഷ്. ഇത് ഓൾമോസ്റ്റ് 4 feet വീതിയിൽ 30 meters ലെങ്തിലാണ് സ്റ്റാൻഡേർഡ്